നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇത് അബുദാബിയിലെ ഓൾഡ് പാസ്പോർട്ട് റോഡാണ്. അബുദാബിയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ സുപരിചിതമായ ഒരു റോഡായിരിക്കും. ഈ റോഡിൽ ഇതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ കുറേ കാലമായിട്ട്, ഏകദേശം 5 വർഷത്തോളമായിട്ട് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം, എനിക്ക് എപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന അതിമനോഹരമായ റോഡും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നിപ്പോൾ ഞാനിനി മാറി താമസിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ റൂമിൻ്റെ റെൻ്റൊക്കെ വളരെ കൂട്ടി. അപ്പോൾ ആ റെൻ്റൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിപ്പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ കാലത്ത് കാണാമല്ലോ, കൂട്ടത്തിൽ നിങ്ങൾക്കും കാണാം. എത്ര മനോഹരമായിട്ടാണ് പൂക്കളാൽ അലങ്കരിച്ച് റോഡ് സൈഡുകളൊക്കെ നിർത്തിയിരിക്കുന്നത്. സീസൺ അനുസരിച്ച് ചെടികളെയൊക്കെ മാറ്റി നട്ട് പിടിപ്പിച്ച് വെള്ളവും വളമൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് ഇപ്പോൾ അത് പൂത്ത് നിൽക്കുന്ന കണ്ടോ. ഏകദേശം ഒരു മാസമായുള്ള ഈ ചെടി ഇവിടെ കൊണ്ട് നട്ടിട്ട് ഇപ്പം നിറയെ പൂക്കളായിട്ട് റെഡ് കളറിൽ കണ്ണിന് എത്രയോ കൗതുകം നൽകിയിട്ട്. ഇത് അണ്ടർപാസ്സാണ്. ഈ അണ്ടർപാസ് കയറി അപ്പുറത്ത് തന്നെ എൻ്റെ ബിൽഡിങ്ങായി. ഇവിടെ എത്ര മനോഹരമായിട്ട് എത്ര നീറ്റായിട്ടാണ് അവർ ക്ലീൻ ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കാം. രാത്രി 2 മണിക്കൊക്കെയാണ് ഇത് ക്ലീനിങ്ങിനൊക്കെ ആളുകൾ വരുന്നത്. വെള്ളം അടിച്ച് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടിട്ട് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് നല്ലതായിട്ടാണ് കാത്ത് സംരക്ഷിക്കുന്നത്. ഇത് അണ്ടർപാസ്. ഇവിടെ ക്യാമറ ഇതിലാണുള്ളത്. യാതൊന്നും പേടിക്കേണ്ട. ഞാൻ പിന്നെ ഒരു പാർക്കിലെത്തിയിട്ടുണ്ട്. ഇത് കോർണിഷയുടെ സൈഡിലുള്ള സോഫിറ്റൽ എന്ന് പറയുന്ന ഹോട്ടൽ സമുച്ചയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പാർക്കാണ്. അവിടെ എത്ര മനോഹരമായിട്ട് പാർക്കുകളെ സംരക്ഷിച്ചിരിക്കുന്നത്. എത്ര പച്ചപ്പാണ്. നമുക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നുന്നില്ലാത്ത രീതിയിലാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, അതുപോലെ വാട്ടർ ഫൗണ്ടെയിൻ, പിന്നെ ചെടികൾ. കൂടുതലും ഞാനിവിടെ കണ്ടത് ആര്യവേപ്പാണ്. ആ ഇലകളുടെ ഇലകളൊക്കെ കിടന്നിളകുമ്പം ഉണ്ടാകുന്ന ശുദ്ധവായു മനസ്സിനും ശരീരത്തിനും ഒക്കെ നമുക്കൊരു സംതൃപ്തി നൽകുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ചെടികൾ നട്ടിട്ടുണ്ട്. ബോഗൺവില്ലയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ സൈക്കിള് കാര്യങ്ങളൊക്കെ ചവിട്ടാനും യോഗ ചെയ്യാനും വാക്കിങ്ങിനും എല്ലാം പറ്റിയൊരു പാർക്ക്. ഇവിടെ ബാർബിക്യൂ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് കുട്ടികൾക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ. പാർക്കിൻ്റെ ഈ പ്രദേശത്ത് ബാർബിക്യൂ ഒന്നും അലൗ ചെയ്തിട്ടില്ല. അപ്പം നല്ല പ്രദേശം, നല്ല ഒത്തിരി സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. പിന്നെ എത്ര പച്ചപ്പെന്ന് പറഞ്ഞാൽ കണ്ണിന് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല, അത്ര മനോഹരമായിട്ടാണ്. അതിനിടയിൽ ഞാനൊരു ഉണങ്ങിയ മരം കണ്ടു. ആ മരത്തിൽ നിറയെ കിളികൾ എത്ര ഭംഗിയോട് കൂടിയിട്ടായിരിക്കുന്നത്. അവരിരുന്ന് അവിടെ ഇരുന്ന് ചിലയ്ക്കുന്ന ചിലപ്പോൾ ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അവരുടെ ശബ്ദം. അത്ര മനോഹരമാണ് അവരുടെ സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് കേട്ടിരുന്ന് പോകാൻ തോന്നും. പിന്നെ ഇവിടെ ഈത്തപ്പനയില്ലേ, അതൊക്കെയുണ്ട്. ഇത് കൂടുതലും ആര്യവേപ്പുകളാണ് നിൽക്കുന്നത്. കുറച്ച് ഈന്തപ്പന നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ആളുകൾ കളിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്ര ഈ ഒരു കാലാവസ്ഥയിലും നല്ല ചൂട് കാലത്ത് പോലും ഇതിനെ ഇത്ര ക്ലിയറായിട്ട് സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഭരണകൂടം എത്ര അഭിനന്ദനം, എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും സംരക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് നാട്ടിൽ പോകാതെ തന്നെ കണ്ണിന് കുളിർമ കിട്ടാനായിട്ട് ഇതുപോലുള്ള പാർക്കുകളിലേക്കൊക്കെ പോയാൽ മതി. കുറച്ച് നേരം വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ. അബുദാബിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഏകാന്തതയും കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, സോഫിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അബുദാബിയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും അതിൻ്റെ ആ ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അലൈൻ പാലസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് കളറിലുള്ള ബിൽഡിങ്ങാണ് കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് WTCയുടെ അടുത്ത ബിൽഡിങ്ങാണ്. ബാക്കി ബിൽഡിങ്ങൊന്നും ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എല്ലാം നമുക്ക് കാഴ്ചയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.